ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൂട്ടുന്ന വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും ഹേമയും അതുപോലെ തന്നെ ഒരു ഓർഡർ കൊടുക്കുന്ന മുതലാളിയും കൂടെ സംസാരിക്കുന്നതാണ്. അപ്പൊ പുള്ളിക്കാരൻ നമ്മുടെ രേവതിക്കാണല്ലോ ഓർഡർ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, രേവതിയുടെ ഓർഡർ നല്ലതാണ്. രേവതി ചെയ്യുന്നത് വളരെയധികം നല്ല രീതിയിലാണ്. ഒരു പുതുമയുണ്ട്. മാത്രമല്ല, നമ്മുടെ ഈ ഹിമ എന്ന് പറയുന്ന ഹിമ മേഡം ചെയ്യുന്നത് വളരെ മോശമാണെന്നും എപ്പോഴും ഇപ്പൊ 10 കൊല്ലമായിട്ടും ആ ഒരു രീതി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു ഇത് വന്നിട്ടില്ല. ഹിമയല്ല, ഹേമ മേഡം ചെയ്യുന്നത്. അപ്പം അതിനൊരു മാറ്റം വന്നിട്ടില്ല. പുതിയൊരു ഇത് എത്തിയിട്ടില്ല ഹേമ മേഡം. അപ്പൊ അതുകൊണ്ട് രേവതിക്ക് വർക്ക് കൊടുത്തത് അതുകൊണ്ടാണ്, പുതുമയുള്ളത് കൊണ്ട് തന്നെയാണ് രേവതിക്ക് വർക്ക് കൊടുത്തത്. രേവതിക്ക് ഒത്തിരി വർക്കൊന്നും കിട്ടാറില്ലെങ്കിലും ചെയ്യുന്ന വർക്കെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹേമ മേഡത്തിന് ദേഷ്യം വന്നിട്ടോ. ഇവളാണോ ഇവള് എവിടെ നല്ല രീതിയിൽ ചെയ്യുന്നു എന്നാ നിങ്ങൾ ഈ പറയുന്നത്? 1-2 വർക്കല്ലേ ഇവക്ക് കിട്ടിയിട്ടുള്ളൂ. അതിനെന്ന് പറയുമ്പോൾ ആ കിട്ടിയ വർക്ക് നല്ല വെറൈറ്റിയിലാണ് ഇവള് ചെയ്യുന്നത് എന്നിങ്ങനെ രേവതിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോഴത്തേക്കും, പുകഴ്ത്തിയല്ല ഉള്ള കാര്യമായിട്ടോ പറയുന്നത്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, താങ്ക് യു സാർ. കാരണം സാർ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ആത്മവിശ്വാസം കൂടുകയാണ്, എൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. പക്ഷേ ചിലര് ഉണ്ട് സാർ, ആരും പ്രോത്സാഹിപ്പിക്കത്തില്ല. വളർന്ന് വരുന്നവരുടെ കാലു വാരിയിട്ട് തറയിൽ അടിക്കാനായിട്ട് നോക്കും. ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നവരുടെ വളർച്ചയെ ആര് വിചാരിച്ചാലും തടയാൻ കഴിയില്ലല്ലോ സാറേ. അപ്പോഴത്തേക്ക് ഹേമ പറഞ്ഞു, നിന്റെ പ്രസംഗം കേൾക്കാനല്ല ഞാനിവിടെ വന്നത്. ഇവക്ക് നൽകിയ ഓർഡർ ക്യാൻസൽ ചെയ്ത് എനിക്ക് തരണം. അതെങ്ങനെ നടക്കും ഹേമ? രേവതിക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞു, ഇനി അത് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് ശരിയല്ല, അങ്ങനെ ഞങ്ങൾ ചെയ്യാറില്ല. ഏതെങ്കിലും കാരണം വെച്ചാൽ അവൾക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ വേറെ ആർക്കെങ്കിലും കൊടുക്കാം. അങ്ങനെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അല്ലാതെ അവക്ക് കൊടുത്ത ഓർഡർ തിരിച്ചു മേടിച്ച് നിനക്ക് തരാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യമോ അല്ലെങ്കിൽ ആവശ്യമൊന്നും ഇല്ല. അപ്പോഴത്തേക്കും നമ്മുടെ ഹേമ പറഞ്ഞു, നിന്നെ കൊണ്ട് ഈ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രേവതി? ചെയ്യാൻ പറ്റും, എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഓ, ആത്മവിശ്വാസം മാത്രം പോരാ, ഒരു കുടിൽ കെട്ടാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്തവരെ കൊട്ടാരം പണിയുന്നു എന്ന് സ്വപ്നം കാണുമല്ലേ, അതായത് അത് പിന്നെ ഹേമ മേഡം, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെനിക്ക് ചെയ്യാൻ പറ്റും, അതുറപ്പാ. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടവരൊക്കെ ആദ്യമൊക്കെ കളിയാക്കലൊക്കെ ഏറ്റുവാങ്ങിയവരാ. പിന്നെ കളിയാക്കിയവർക്കൊക്കെ അവരെ അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ കാര്യത്തിലും വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്ത വർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് സാറേ, ഞാൻ ഇറങ്ങാം, എനിക്ക് ഇവരോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ തീരെ നേരമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഓ, അവക്ക് ദേഷ്യം വന്നില്ലേ? അവളുടെ ഓർഡർ അല്ലേ നഷ്ടപ്പെട്ടത്. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? നമ്മുടെ ഹേമ ദേഷ്യം വന്നിട്ട് ഹേമയും രേവതിയുടെ പുറകെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പൊ രേവതിക്ക് നല്ല ആത്മവിശ്വാസമായിട്ട് ഇയാൾ പറഞ്ഞത് കേട്ടത് രേവതിക്ക് അത് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നമ്മുടെ രേവതിക്ക് ഉണ്ട്. അപ്പൊ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹേമയ്ക്ക് ദേഷ്യം വന്നിട്ട് ഹേമ ഇങ്ങനെ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാണ്. അപ്പൊ ഹേമയുടെ ഡ്രൈവർ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഹേമയുടെ ഡ്രൈവർ ആണെങ്കിൽ ഈ ഹേമയുടെ ആ ഒരു വിഷമവും ഹേമയുടെ ദേഷ്യമൊക്കെ കണ്ടിട്ട് എന്താ പറ്റിയത് മേഡം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എന്ത് പറ്റാനാ, അവക്കിട്ട് എനിക്ക് കൊടുക്കണം, അവക്കിട്ട് 2 കൊടുക്കണം എന്ന് പറയുമ്പോ, അവളല്ലേ ആ നടന്നു പോകുന്നത് എന്നിങ്ങനെ ആ ഡ്രൈവർ പറയണം. അപ്പൊ രേവതി അതിലെ നടന്നു പോകും. അപ്പൊ പറഞ്ഞു, നിർത്ത്, കയറ്റി അങ്ങ് വെച്ചേ, വണ്ടി കയറ്റി അങ്ങ് വെക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഹേമയുടെ ഡ്രൈവർ നമ്മുടെ രേവതിയുടെ ഫ്രണ്ടിലേക്ക് വണ്ടി അങ്ങ് കയറ്റി വെച്ചു. അപ്പോഴത്തേക്ക് രേവതി അങ്ങ് ബ്രേക്ക് പിടിച്ചപ്പോഴത്തേക്ക് ആഞ്ഞുപോയി. അപ്പൊ പറഞ്ഞു, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇപ്പം വണ്ടി ഇടിച്ചേനേലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹേമ ഇറങ്ങിയപ്പോഴത്തേക്ക് രേവതിക്ക് മനസ്സിലായോ, ഓ ഇവരാണോ നിങ്ങളോ? എന്തിനാ ഈ കാറ് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത്? എനിക്ക് പോണം, വണ്ടി എടുത്ത് പോകാൻ നോക്കാം. ഒന്ന് അടങ്ങു മോളെ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങളൊന്നും പറയുകയോ വേണ്ട, എനിക്കൊന്നും കേൾക്കുകയോ വേണ്ട. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്രയും അതുപോലെ ഭാമയും വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ പറഞ്ഞു, ചന്ദ്രേ, അത് രേവതിയല്ലേ, എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇനി വണ്ടി അങ്ങനെ ഇടിച്ചോ? കുറച്ചുകൂടെ അടുത്ത് ചെന്ന് നോക്കാം ഭാമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാമേനെ കൂട്ടിക്കൊണ്ട് നേരെ അങ്ങ് മാറിപ്പോയത്. ഇത് എന്താ പ്രശ്നം എന്ന് നോക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഹേമ രേവതിയോട് പറയുന്നുണ്ട്, ഇത് കൂട്ടിയാൽ കൂടത്തില്ല മോളെ, ഇത്രയും നല്ല വർക്ക് ചെയ്യാനുള്ള കഴിവും ക്യാഷൊന്നും നിനക്കില്ല. നീയെ അവരെ കൈയും കാലും കാണിച്ച് നീ ഓർഡർ നേടിയെടുത്താന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു,
അനാവശ്യം പറയല്, കയ്യും കണ്ണൊന്നും കാണിച്ചിട്ടല്ല, എന്റെ വർക്ക് കണ്ടിട്ടാണ് എനിക്ക് അവര് ഇത്രയും വലിയ ഓർഡർ തന്നത് എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര, എടി ഭാമയെ ഇത് വലിയ ഉടക്കാട്ടോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഭാമയും പറയാണ്, അതെ അതെ, ഉടക്ക് തന്നെയാണ്, രണ്ട് പെണ്ണുങ്ങൾ കൂടി ഉടക്കാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര, അവള് എങ്ങനെ ഉടക്കാതിരിക്കും, അവള് കുടുംബത്തിലും ഉടക്ക, നാട്ടിലും ഉടക്ക, വീട്ടിലും ഉടക്ക, എല്ലായിടത്തും ഉടക്ക എന്ന്. ഏതായാലും എന്നിട്ട് ഇവരത് കാണുകയാണ് കേട്ടോ, ഇവർ വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ഹേമ പറയുന്നുണ്ട്, ഈ വർക്ക് നേരാവണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ നിനക്ക് കഴിയത്തില്ല രേവതി. ഈ ഒരു വർക്ക് നിനക്ക് നേരാവണ്ണം ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാൻ വിചാരിക്കണം, ഇതേ നീ നാണം കെടുന്നു മാത്രമല്ല വലിയ തുക നീ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഓർഡർ മാത്രമല്ല, നിന്റെ ഈ ബിസിനസ് തന്നെ ഒഴിവാക്കുക. അതാ രേവതി നിനക്ക് നല്ലത്. എന്നിട്ട് നീ എന്റെ കീഴിൽ വർക്ക് ചെയ്യ്, എന്റെ കൂടെ വർക്ക് ചെയ്യ്, ഞാൻ നിന്നെ കൂടെ നിർത്തി ഓർഡർ പിടിച്ച് വർക്ക് ചെയ്ത് കാണിച്ചു തരാന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ നടക്കാൻ പോകുന്നില്ല ഹേമ മേഡം. ഞാനേ ഇപ്പൊ കയറ്റം കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് ഈ കയറ്റം കയറി ചെന്ന് ഒരു നിരപ്പായ സ്ഥലത്ത് എത്താനുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓവർകം ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹേമ മേഡം വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഹേമ, എന്റെ പൊൻ ഹേമ ചേച്ചി അങ്ങ് മാറി നിൽക്കുക, എനിക്ക് വീട്ടിൽ പോകണമെന്ന് ഇങ്ങനെ പറയാം. അപ്പൊ ഇത് ചന്ദ്രയും ഭാമയും കാണുമല്ലേ. ഭാമ നിന്നിട്ട് കലക്കി രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാമയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ രേവതി പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഭാമ മിണ്ടാതിരുന്നേ. അപ്പൊ നമ്മുടെ ഹേമയാണെങ്കിൽ രേവതിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് നോക്കാം, നീ ഒന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. ഇത് ഹേമ വിളിക്കുന്നത് തന്നെയാണ്, നോക്കടി നീ തകർന്നൊന്ന് കൂട്ടിക്കൊണ്ടാ മതി രേവതി, നീ തകർന്നു എന്ന് പറഞ്ഞു കേട്ടോ. പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ പോയേക്കുക, നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യ് ഹേമ എന്ന് പറഞ്ഞു. ഏതായാലും രേവതി അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. ഹേമയും അങ്ങ് പോയി. ഏതായാലും ഹേമ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഹേമ വണ്ടി കയറി പോയില്ല. അപ്പൊ നമ്മുടെ ചന്ദ്ര അങ്ങ് ചെന്നു കേട്ടോ. ചന്ദ്ര അങ്ങ് ചെന്നിട്ട് അതെ ഒന്ന് നിന്നേന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഹേമ അവിടെ നിന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അതെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ എനിക്ക് മനസ്സിലായി, ഈ വർക്ക് ചെയ്യാനേ അവളെ വിടരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹേമ ചോദിച്ചു, അല്ല നിങ്ങളാരാ? അപ്പൊ ചന്ദ്ര പറഞ്ഞു, അതെ ഇവളെ രേവതിയുടെ അമ്മായിയമ്മയാ, രേവതി നന്നാകുന്നത് ഇവൾക്ക് കണ്ടുകൂടാ, അപ്പൊ അതുകൊണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കടി ഭാമയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഹേമ ചോദിച്ചു, ഓ നിങ്ങളാണോ അവളുടെ അമ്മായിയമ്മ? ഏതായാലും അവളെ നിങ്ങളെ കുറിച്ച് എന്തൊക്കെ കുറ്റങ്ങളാ പറയുന്നതെന്ന് അറിയാമോ? അവളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ നിങ്ങളെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓഹോ അങ്ങനെയാണോ? അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? കിട്ടി, ഞാൻ വെച്ചിട്ടുണ്ട്. വലിയ ഓർഡർ ആണെന്ന് സംസാരത്തിൽ എനിക്ക് മനസ്സിലായി കൊച്ചെ. ഏതായാലും അവൾ ഈ ഓർഡർ ചെയ്യാൻ വിടരുത്. കയ്യിൽ ക്യാഷ് വന്ന അവളുടെ അഹങ്കാരം ഞാൻ കാണേണ്ടി വരും. വീടിന് മുകളിൽ ഒരു റൂം എടുക്കാൻ വേണ്ടിയാണ് അവളിങ്ങനെ ഓർഡറൊക്കെ ഓടി നടന്ന് പിടിക്കുന്നത്. അവള് റൂം എടുക്കാൻ പാടില്ല. ദേ എന്നെ വെല്ലുവിളിച്ചവരാരും വിജയിച്ചിട്ടില്ല. ഞാൻ അവളുടെ വഴി അടയ്ക്കും, അത് ഉറപ്പായ കാര്യം തന്നെയാ. അങ്ങനെ അടയ്ക്കണം, അങ്ങനെ തന്നെ അടയ്ക്കണം എന്നിങ്ങനെ ചന്ദ്ര പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹേമ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇവർക്ക് രേവതിയോട് അത്ര വെറുപ്പുണ്ട്. ഏതായാലും ഇവരെ കൂട്ടുപിടിച്ചാല് എനിക്ക് ഉപകാരമാകുമെന്ന് പറഞ്ഞിട്ട് ഹേമ നമ്മുടെ ചന്ദ്രയുടെ നമ്പറൊക്കെ മേടിച്ചെടുക്കുകയാണ് കേട്ടോ. ചന്ദ്ര നമ്പർ ആവേശത്തോടു കൂടി പറഞ്ഞും കൊടുത്തു. പാവൻ രേവതിക്ക് പണി കൊടുക്കാൻ വേണ്ടി ചന്ദ്ര എന്തും ചെയ്യാൻ തയ്യാറാവൂലോ. അങ്ങനെ ഹേമ നമ്പർ മേടിച്ചു. ഹേമ ഒരു മിസ് കോളും വിട്ടു. എന്നിട്ട് ഹേമ പറഞ്ഞു, ഇതാണ് എന്റെ നമ്പർ, ഈ നമ്പർ സേവ് ചെയ്തിട്ടോളും, എന്റെ പേര് ഹേമ എന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ശരി ശരി, അല്ല നിങ്ങള് രേവതിനെ ഇപ്പോഴാണോ കാണുന്നത്, ഇപ്പോഴാണോ പരിചയപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവളെ എനിക്ക് പണ്ടേ അറിയാം. ഞാന് അവളുടെ കൂടെ ഒരുപാട് നാള് വർക്ക് ചെയ്തിട്ടുണ്ട്. അവളും ഞാനും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പോഴാണ് അവളുടെ ഈ ഒരു കാലുമാറ്റം. അപ്പം അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അവളിങ്ങനെ ചെയ്യുന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്നൊക്കെ ഹേമ കുറച്ച് നുണകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും എന്നാ പിന്നെ ശരി, എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോവാണ്. ഹേമയ്ക്ക് ഏതായാലും ഒരു പഴുത് കിട്ടിയ പോലെ തന്നെയാണ് കേട്ടോ. ഇതിനുശേഷം കാണിക്കുന്ന നമ്മുടെ രേവതിനെയാണ് കേട്ടോ. അപ്പൊ രേവതി ഒരു കടയിൽ ചെന്നിട്ട് നിർത്തിയിട്ട് നമസ്കാരം ചേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ നമസ്കാരം, അല്ല എന്തിനാ രേവതി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ചേട്ടാ പറഞ്ഞില്ലേ എനിക്ക് ആ ഓർഡർ കിട്ടി കേട്ടോ. ഓ ആണോ? ഏതായാലും നന്നായി, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഓർത്തു ആ ഹേമ മേഡം കൊണ്ടുപോകുന്ന വലിയ ഓർഡർ ആണോ രേവതി? അതെ അതെ ചേട്ടാ, വലിയ ഓർഡർ തന്നെയാ. ഞാൻ ആദ്യമായിട്ടാ ഇത്രയും വലിയൊരു ഓർഡർ എടുക്കുന്നത്. ഞാൻ നേരത്തെ ചെയ്തിരുന്ന ഒരു വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ആ ഓർഡർ തന്നതാ. ഏതായാലും ചേട്ടൻ ഇന്നാ എനിക്ക് ഇറക്കി തരേണ്ട പൂക്കളുടെ ലിസ്റ്റാണ്, ഇറക്കി തരേണ്ട ഡേറ്റും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ഏകദേശം എത്ര രൂപ വരുന്നു ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ ചേട്ടൻ ഇങ്ങനെ ആ പേപ്പർ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുക. അപ്പൊ ഒരു പൂക്കടക്കാരനാണ് കേട്ടോ. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ വായിച്ചും എണ്ണിയും പെറക്കിയൊക്കെ നോക്കുകയാണ് എത്ര ലക്ഷം രൂപയുടെ പൂ ആകുമെന്ന്. അങ്ങനെ നമ്മുടെ രേവതിയോട് പറയാണ്, ഒരു 7 ലക്ഷം രൂപയുടെ പൂവെങ്കിലും ആകും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും
രേവതി ആണോ? അതെ അതെ, ഇന്നത്തെ റേറ്റ് ആട്ടോ ഞാൻ പറയുന്നത്. ചിലപ്പോ പൂറക്കേണ്ട ദിവസങ്ങളിലെ ഡേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം വരും. ആ അത് പിന്നെ ശരി ചേട്ടാ. ഓർഡർ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ വേറെ ചില കടക്കാരൊക്കെ എന്നെ വിളിച്ചായിരുന്നു കേട്ടോ. സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ നിന്നാണല്ലോ പൂവ് എടുക്കാറുള്ളത്. അതുകൊണ്ട് വലിയൊരു ഓർഡർ കിട്ടുമ്പം വേറൊരു സ്ഥലത്ത് നിന്ന് മേടിക്കുന്നത് ശരിയല്ലല്ലോ. അല്ല ചേട്ടാ, അഡ്വാൻസ് എത്ര രൂപ വേണം? അതൊന്ന് പറയുമോ? അത് പിന്നെ ഒരു 5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും, എനിക്ക് പൂ ഇറക്കണ്ടേ. അയ്യോ, അതെന്താ ചേട്ടാ 5 ലക്ഷം രൂപയോ? അതെന്താ ചേട്ടാ അങ്ങനെ? നിനക്കറിയാലോ ഇപ്പൊ പൂ വരുന്നത് വളരെ കുറവാ. 7 ലക്ഷം രൂപയുടെ ഓർഡർ അല്ലേ. അവര് പൂ തന്നതിന് ശേഷം എന്തെങ്കിലും ഇത് ക്യാൻസൽ ചെയ്താൽ അവർക്ക് വലിയ നഷ്ടം വരുമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു തുക ഞാൻ പൂ എടുക്കുന്ന സ്ഥലത്ത് അഡ്വാൻസ് കൊടുക്കേണ്ടത്. പൂ എടുക്കുന്ന സ്ഥലത്ത് അഡ്വാൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞപ്പം അത് പിന്നെ ചേട്ടാ അവർ വിളിച്ച് കുറച്ച് അഡ്വാൻസ് ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? അയ്യോ, അവരങ്ങനെ കുറയ്ക്കുന്നൊന്നും തോന്നുന്നില്ല രേവതി. ഞാൻ പലർക്ക് വേണ്ടി വിളിച്ചതാണ്, പക്ഷെ അവര് ഒട്ടും കുറച്ചിട്ടില്ല. ഒരു 2 ദിവസത്തിനകം അഡ്വാൻസ് തരുകയും വേണം, എന്നാലേ എനിക്ക് ആ ക്യാഷ് കൊടുത്ത് ഓർഡർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നീ പറഞ്ഞ ഡേറ്റിന് പൂ ഇറക്കി തരണമെങ്കിൽ 2 ദിവസത്തിനകം 5 ലക്ഷം രൂപ അഡ്വാൻസ് തന്നേ പറ്റത്തുള്ളൂ, കമ്പൽസറി ആയിട്ട് അത് എനിക്ക് കിട്ടിയിരിക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അഡ്വാൻസ് തന്നോളാം ചേട്ടാ, 2 ദിവസത്തിനുള്ളിൽ 5 ലക്ഷം രൂപ തരാം, ചേട്ടൻ എനിക്ക് പൂ ഇറക്കി തന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ രേവതിയുടെ മുഖത്ത് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടോ? കാരണം രേവതിക്ക് 5 ലക്ഷം രൂപ ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ലല്ലോ. നമ്മുടെ പാവം രേവതി എങ്ങനെയും 5 ലക്ഷം രൂപ ഉണ്ടാക്കുകയും വേണം. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന അറിയത്തില്ലാത്ത ആ വിഷമത്തോടു കൂടി പോവുകയാണ്. ഇതിനുശേഷം നമ്മുടെ രേവതി വീട്ടിൽ ചെല്ലുകയാണ്. അവിടെ സച്ചി ഉണ്ടായിരുന്നു. അപ്പൊ രേവതി വന്ന ഉടനെ തന്നെ എത്തിയോ? നിനക്ക് ഞാനേ ഒരു നാരങ്ങ വെള്ളം എടുത്തോണ്ട് തരട്ടെ എന്ന് ചോദിച്ചപ്പോ നാരങ്ങ വെള്ളം എന്തിന്? അല്ല, നിനക്ക് നാരങ്ങ വെള്ളം തരാം, നീ ക്ഷീണിച്ചു വന്നതല്ലേ. എന്റെ പൊന്ന് സച്ചേട്ടി, ഇപ്പൊ സ്നേഹം ഒന്നും ഇങ്ങനെ കാണിക്കാതെ. നിന്നോട് സ്നേഹം കാണിക്കാതെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ പെണ്ണിനോടോ അല്ലെങ്കിൽ ചേച്ചിയോടോ പോയി സ്നേഹം കാണിച്ചിട്ട് കാര്യമുണ്ടോ? അതല്ല സച്ചേട്ടെ, ഞാനിപ്പം നാരങ്ങ വെള്ളം കുടിക്കാനുള്ള ആ ഒരു മൂഡിലൊന്നും അല്ല. ഞാൻ സച്ചേട്ടനോട് ഒരു കാര്യം പറയട്ടെ. എന്താ കാര്യം പറയ? അത് പിന്നെ സച്ചേട്ടാ, എനിക്ക് ഒരു വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ടേ. ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഓർഡറിന്റെ വലിയൊരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഒരു വലിയൊരു കല്യാണമാണ്. ഈ കല്യാണം നടക്കുന്ന കൺവെൻഷൻ സെന്ററിലും വീട്ടിലും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യണം. ഗോൾ അടിച്ചല്ലോ രേവതി, അടിപൊളിയാണല്ലോ. കലക്കി, സൂപ്പർ ആയല്ലോ. അല്ല, അതിന്റെ സന്തോഷമൊന്നും നിന്റെ മുഖത്ത് കാണുന്നില്ലോ, അതിനെന്തിനാ നീ വിഷമിക്കുന്നത്? അത് ഒരു 8.25 ലക്ഷം രൂപയുടെ ഓർഡറാ. 8.25 ലക്ഷത്തിന്റെ ഓർഡറോ? നീ എന്താ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, 8.25 ലക്ഷത്തിന്റെ ഓർഡറാ. സച്ചിന് വിശ്വാസം വരുന്നില്ലല്ലേ? സച്ചിന് വിശ്വാസം വരത്തില്ല. ഏതായാലും എല്ലാ ചെലവും കഴിഞ്ഞ് ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് കയ്യിൽ വരും. നീ വലിയ ബിസിനസ്സുകാരിയായല്ലേ? കൊള്ളാം കൊള്ളാം. അല്ല, ഒരു 7 ലക്ഷം രൂപയുടെ പൂവെങ്കിലും മേടിക്കേണ്ടി വരും. പൂക്കടയില് ഒരു 5 ലക്ഷം രൂപയെങ്കിലും അഡ്വാൻസ് കൊടുക്കണം. 5 ലക്ഷമോ? എന്താ രവതി പറയുന്നത്? അതെന്തിനാ അത്രയൊക്കെ? ഒരു 50,000 1 ലക്ഷം ഒക്കെ കൊടുത്താൽ പോരെ? അത് പിന്നെ പോരെന്ന സച്ചേട്ടാ അവര് പറയുന്നത്. വലിയ ഓർഡർ അല്ലേ, എന്തെങ്കിലും കാരണവശാലും ഒഴിവായി പോയാലേ അവർക്ക് വലിയ നഷ്ടം വരില്ലേ, അതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് 5 ലക്ഷം രൂപയൊക്കെ വേണമെന്ന് പറയുന്നത്. അല്ല, ഇത്രയും വലിയ തുക എങ്ങനെ കൊടുക്കാനാ രേവതി? നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര ഉണ്ടാകും? അത് ബാങ്കിലുള്ളതും ഇവിടെ ഉള്ളതും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം 2 ലക്ഷം കാണും. അതിൽ കൂടുതലൊന്നും കാണത്തില്ല സച്ചേട്ടാ. അല്ല, എന്നാലും വേണ്ടേ 3 ലക്ഷം രൂപ വീണ്ടും? 2 ലക്ഷം 3 ലക്ഷം രൂപ വീണ്ടും വേണം. 2 ദിവസത്തിനുള്ളിൽ ക്യാഷും കൊടുക്കണം. എന്ത് ചെയ്യാൻ പറ്റുന്നൊരു എത്തുമിടിയും കിട്ടുന്നില്ല. പിന്നെ ഈ ഓർഡർ തട്ടിയെടുക്കാൻ ഹേമയും ശ്രമിച്ചിരുന്നു. അവർക്ക് കിട്ടാത്തതിന്റെ കുശുമ്പും ദേഷ്യവും ഒക്കെ ഉണ്ട്. ഇത്രയും വലിയ തുക അഡ്വാൻസ് ആയിട്ട് കൊടുത്ത് നിന്നെ കൊണ്ടൊന്നും പൂ മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിനക്ക് ഈ വർക്ക് ഒഴിവാക്കേണ്ടി വരും. ഓർഡർ എനിക്ക് തന്നെ കിട്ടുന്ന അവരെന്നെ വഴിയിൽ തടഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞൂന്നേ. ഞാൻ വിട്ടു കൊടുക്കോ? ഞാനും നല്ലത് പറഞ്ഞു. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ വർക്ക് ചെയ്തിരിക്കുന്നു അവരോട് പറഞ്ഞു. അതേതായാലും നന്നായി രേവതി. അപ്പം ഉറപ്പായിട്ടും നീ തന്നെ ഈ വർക്ക് ചെയ്യണം. പിന്നെ 3 ലക്ഷം രൂപയല്ലേ, അത് നമുക്ക് എങ്ങനെയും സംഘടിപ്പിക്കാൻ നോക്കാം. എന്റെ ഈ കാറ് വെച്ച ഫിനാൻസിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ പേരിൽ ഞാൻ കുറച്ച് ക്യാഷ് മേടിച്ചിട്ടുമുണ്ട്. അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യണം. മറ്റേ കാർ ഓട്ടത്തിലാണല്ലോ. പേപ്പേഴ്സ് ഒക്കെ കാർത്തികിന്റെ കയ്യിലല്ലേ ഉള്ളത്. ഒരു 4 ദിവസം കഴിഞ്ഞിട്ടേ അവൻ വരത്തുള്ളൂ. അല്ല സച്ചേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ 2 ദിവസത്തിനുള്ളിൽ അഡ്വാൻസ് കൊടുക്കണമെന്നേ. ഇല്ലെങ്കിൽ പ്രശ്നം. 3 ലക്ഷത്തിന് ഞാൻ ഇനി എവിടെ പോകും? എന്ത് ചെയ്യാനാ സച്ചേട്ടാ? ഒരു മാർഗവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് നമ്മൾ രവീന്ദ്രൻ വരികയാണ് കേട്ടോ. കൂടെ ചന്ദ്രയും ഉണ്ടേ. ചന്ദ്രയാണെങ്കിൽ നമ്മുടെ സച്ചിയുടെ ഓർഡർ തകർക്കാൻ വേണ്ടി നടക്കുകയാണല്ലോ.
അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുന്നത് കണ്ടതും നമ്മുടെ ചന്ദ്രയല്ല രവീന്ദ്രൻ ചോദിച്ചു, എന്ത് പറ്റിയ ഒരു വിഷമം പോലെ, എന്താ പ്രശ്നം? അത് പിന്നെ അച്ഛൻ രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. കേട്ടാൽ അച്ഛൻ ഞെട്ടും. 8,15 ലക്ഷത്തിന്റെ ഓർഡറാ കിട്ടിയിരിക്കുന്നത്. 8,15 ലക്ഷത്തിന്റെ ഓർഡറോ? ഞാൻ ഞെട്ടിയിട്ടൊന്നുമില്ല. ഞാൻ എന്തിനാ ഞെട്ടുന്നത്? എന്റെ മോക്ക് ഇതിനും വലിയ ഓർഡർ കിട്ടുമെന്ന ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ മോക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാന്ന്. അപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ട് പിന്നെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, പൂക്കടയിൽ ഒരു 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം, 2 ലക്ഷം എന്റെ കയ്യിലുണ്ട്, ബാക്കി ഒരു 3 ലക്ഷം സംഘടിപ്പിക്കണം. അതെങ്ങനെയാ സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ ഈ ആലോചിക്കുന്നത് എന്ന്. അപ്പൊ നമ്മുടെ രവീന്ദ്ര പറഞ്ഞു, മോനെ ഇത് കൈവിട്ട് കളയരുത്, നീ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി നീ എങ്ങനെയെങ്കിലും ഈ ഒരു വർക്ക് പിടിച്ചിട്ട് നീ രേവതിക്ക് കൊടുക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അതെ അത് തന്നെ എന്റെ ആഗ്രഹവും അച്ഛാ. കാരണം ഈ ഹേമ എന്ന് പറയുന്ന ഒരു മേഡം ഉണ്ട്, ഇവരുടെ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ആ പെണ്ണ് രേവതിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എന്തായാലും ഇവൾക്ക് ഈ വർക്ക് പിടിച്ചു കൊടുക്കണം, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യണം. കാരണം അതുപോലെ വെല്ലുവിളിച്ചതാ ഹേമ മേഡം എന്ന് പറയുന്ന ആ പെണ്ണ്. അച്ഛ അതുകൊണ്ട് ഇതൊരു മത്സരമാ, ഇതില് നമ്മുടെ രേവതി തന്നെ ജയിച്ചിരിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ആനയോട് ഉറുമ്പ് മത്സരിക്കുന്നത്, ജയിച്ചത് തന്നെ. അപ്പം ചന്ദ്ര പറഞ്ഞു, അല്ല അതിന് നിങ്ങൾക്ക് അശ്രീ അറിയാമോ? ആ അറിയാം, എനിക്കറിയാം. അതെങ്ങനെ നിങ്ങൾക്കറിയാം? അത് പിന്നെ അവള് എത്രയോ കാലമായിട്ട് ഈ ബിസിനസ് നടത്തുന്ന ആളല്ലേ. ഈ ബിസിനസ്സിൽ അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും, അതും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൾ ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. എടീ രേവതി, നീ നിനക്ക് ചെയ്യാൻ പറ്റുന്ന 10,000-ന്റെയോ 50,000-ന്റെയോ ഒക്കെ ഓർഡർ എടുത്താ പോരെ, എന്തിനാ ഇവരോടൊക്കെ നീ മത്സരിക്കുന്നത്? മത്സരിക്കും, ഞാൻ മത്സരിക്കും അമ്മേ, ഞാൻ ജയിക്കുകയും ചെയ്യും. പിന്നെ നീ മത്സരിക്കും, നീ ജയിക്കും. അതിന് നിന്റെ കയ്യിൽ പൂ മേടിക്കാൻ പോലും ക്യാഷ് ഇല്ലല്ലോ, പിന്നെയല്ലേ അവള് ജയിക്കാൻ നിൽക്കുന്നത്. നീ 3 ലക്ഷത്തിന് നീ എവിടെ പോകൂടിന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു, അതെ ക്യാഷ് ഒക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചോളാം, അമ്മ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു, അല്ല സച്ചി, നീ ക്യാഷ് സംഘടിപ്പിക്കാൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ? ഇല്ലച്ചാ, എന്തെങ്കിലും വഴി കണ്ടെത്തണം, എന്തെങ്കിലും വഴി തേടിയാതിരിക്കത്തില്ല, നമുക്ക് വേണ്ടത് ചെയ്യാം. അല്ല എടാ, ഇനിയിപ്പം ഇതാലോചിച്ച് നീ കൂടുതൽ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ഇവിടുത്തെ വീടിന്റെ ആധാരം കയ്യിലിരിപ്പുണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു 3 ലക്ഷം രൂപ നമുക്ക് വായ്പ എടുക്കാം. അപ്പൊ ചന്ദ്ര വന്നിട്ട്, ആഹാ നടന്നത് തന്നെ, ഈ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നാൽ മതി, വായ്പ എടുക്കണമെങ്കിൽ നിങ്ങൾ മാത്രം ഒപ്പിട്ടാ പോരല്ലോ, എന്റെയും കൂടെ ഒപ്പ് വേണ്ടേ? അങ്ങനെ ഞാൻ ഒപ്പിട്ടിട്ട് ഇവൾക്ക് പൈസ എടുത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ട് രേവതിയോട് അപ്പം വീണ്ടും ചന്ദ്ര പറയടി, നിനക്ക് ബിസിനസ് നടത്താന് ഞാൻ കടക്കാരിയാണോ? 10 രൂപ ഞാൻ കടം എടുത്ത് തരത്തില്ല, വേറെ ആർക്കാണെങ്കിലും ഞാൻ എടുത്തു കൊടുത്തേനെ. അതിന് ഞാൻ അമ്മയോട് ക്യാഷ് ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ അമ്മ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പൊ സച്ചി പറഞ്ഞു, അച്ഛാ അതൊന്നും വേണ്ട അച്ഛാ, ആധാരത്തിന് പുറത്ത് കടമൊന്നും എടുക്കൊന്നും വേണ്ട. അല്ലെങ്കിലും അമ്മയുടെ ഔദാര്യത്തിന്റെ ആവശ്യമേ ഞങ്ങൾക്കില്ല. അങ്ങനെ ഞാനും എന്റെ രേവതിയും കൂടെ ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ രേവതിയും പറഞ്ഞു, അതെ ഞാൻ കാരണം അമ്മ കടക്കാരി ആവണ്ട, എനിക്ക് വേണ്ട ക്യാഷ് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹേമയ്ക്ക് എന്നല്ല ആര് വിചാരിച്ചാലും എന്നെ തോൽപ്പിക്കാനായിട്ട് പറ്റത്തില്ല, ഇതിൽ ഞാൻ തന്നെ വിജയിക്കും, ഇതെന്റെ ഒരു ശപഥമായിട്ട് കൂട്ടിക്കോളാൻ പറഞ്ഞു. നീ കുറെ ശപഥം ചെയ്തല്ലേ, എല്ലാ ശപഥം ഇപ്പം ജയിച്ചു നിൽക്കല്ലേ നീ എന്ന് പറഞ്ഞു. അപ്പൊ രേവതി ഒന്നും മിണ്ടിയില്ല. രേവതി നേരെ പോവാണ് കേട്ടോ, റൂമിനകത്തേക്ക് പോയി. സച്ചി നേരെ അങ്ങ് പോയി കേട്ടോ. പിന്നെ നമ്മുടെ രവീന്ദ്രനും ഉണ്ട്, ചന്ദ്രയുണ്ട്. അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു, ഒരാൾ വളർന്നു വരുമ്പം ആദ്യം തന്നെ തടസ്സം നിൽക്കുന്നത് നാട്ടുകാരായിരിക്കില്ല, സ്വന്തം വീട്ടുകാർ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചങ്കുറപ്പും ലക്ഷ്യബോധവും ഉള്ളവരുടെ വളർച്ച ഉണ്ടല്ലോ, ആർക്കും തടയാൻ കഴിയത്തില്ല ചന്ദ്രേ, അത് നീ ഓർത്തോ. നിന്റെ രേവതി ഉണ്ടല്ലോ, അല്ലെ നിന്റെ അല്ല എന്റെ രേവതി മോളുണ്ടല്ലോ, അത് വഴിയെ നിന്നെ കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രനും അങ്ങ് പോയി. ചന്ദ്ര ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുവാണ് കേട്ടോ, പേരുവിച്ച് കയറി ഇങ്ങനെ നിൽക്കുവാണ്, ശ്വാസമൊക്കെ വലിച്ചു വിട്ട് രേവതിക്ക് ഒരു 8-ന്റെ പണി കൊടുക്കണം, കൊടുത്തേ പറ്റൂന്ന്. എന്നാൽ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതിനെ കാണിക്കുന്നു. രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു, നമുക്ക് അച്ഛമ്മേനെ വിളിച്ചാലോ, അച്ഛമ്മയുടെ കയ്യിൽ ക്യാഷ് വേണം. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല, വലിയ തുകയല്ലേ, അച്ഛമ്മേനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട. അല്ല നമ്മൾ പെട്ടെന്ന് തിരിച്ചു കൊടുക്കൂല്ലോ, പിന്നെന്താ. എന്നാലും വേണ്ട, സച്ചേട്ടന്റെ അമ്മയേട്ടനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേട, വലിയ പ്രശ്നമാവും. എന്ത് പ്രശ്നം? നമ്മുടെ അച്ഛമ്മയോടല്ലേ നമ്മൾ ക്യാഷ് ചോദിക്കുന്നത്, അതിനെന്താ പ്രശ്നം? പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അച്ഛമ്മ അവരുടെ വായ അടപ്പിച്ചോളും. അതല്ല സച്ചേട്ടാ, വേണ്ട, എനിക്ക് വേണ്ട ക്യാഷ്, ഞാൻ തന്നെ സംഘടിപ്പിക്കുന്ന സച്ചേട്ടന്റെ അമ്മയോട് ഞാൻ വെല്ലുവിളിയോടുകൂടി പറഞ്ഞതല്ലേ, അപ്പൊ അത് ഞാൻ തന്നെ സംഘടിപ്പിക്കണ്ടേ? അച്ഛമ്മയോട് ക്യാഷ് മേടിച്ചു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല, അതിന്റെ ആവശ്യമില്ല. സച്ചേട്ടാ, നമുക്ക് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്താലോ? ലോണൊക്കെ കിട്ടാൻ സമയം എടുക്കില്ലേ രേവതി? ഈ 2 ദിവസത്തിനകം ലോൺ കിട്ടും തോന്നുന്നുണ്ടോ നിനക്ക്?
ഓ, അതും ശരിയാ, ലോണും കിട്ടത്തില്ല. വേറെന്തെങ്കിലും ഒരു വഴി കാണും, കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് രേവതി സച്ചി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.